ഹായ് ഓൾ. മനസ്സിൽ അസ്വസ്ഥമാക്കുന്ന ന്യൂസുകളാണ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹം അല്ലെങ്കിൽ സമുദായങ്ങൾ അതിൽ പെട്ടവരെ കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് ആദ്യമായിട്ടല്ല. ബട്ട് ഈ ഒരു കാലത്ത് ജോലി ചെയ്ത് അധ്വാനിച്ച് വളരെ ഡെഡിക്കേറ്റഡായി നിന്ന് 100% ലോയലായി നിന്ന് ഒരു ജീവിതം മുന്നോട്ട് ജോലി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീയെ അവർ SC സമുദായത്തിൽ ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നതുകൊണ്ട് അവരൊരു പ്രത്യേകതരം പ്രത്യേക ഓർഡർ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അവർ ജോലിയിൽ നിന്ന് പരാതിപ്പെടുകയും ഒരു പാരന്റ് പരാതിപ്പെടുകയും ആ പാരന്റിന്റെ അത്രയും വിഡിത്തം നിറഞ്ഞിട്ടുള്ള അത്രയും തരത്തിലുള്ള ഒരു പരാതിയെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ആ സ്കൂൾ അധികൃതർ മാനേജ്മെന്റ് ആ സ്ത്രീയെ ആ ജോലിക്കാരി പിരിച്ചു വിടുകയും ചെയ്യണം. നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? നോർത്ത് ഇന്ത്യ പോലെ ഈ കേരളത്തിൽ വീണ്ടും നിങ്ങൾ അല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്. ഇപ്പോൾ കോറിന് മുമ്പിലല്ല തന്നെ നല്ല വെടിപ്പായ ഹൈലി എക്സ്പെൻസീവ് ആയ പ്ലേറ്റിലാണ് അവർ ഇരിക്കുന്നത്. നിങ്ങൾ ചോറ് നിന്ന് നിങ്ങളെക്കാളും എത്രയോ ഉയരങ്ങളാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേക ഒരു മണം അടിച്ചു എന്ന് പറഞ്ഞാൽ ആ വർഗത്തിൽപ്പെട്ടവരാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോഴും തൊഴിലെടുപ്പിന്റെയും ജാതിന്റെയും മതത്തിന്റെയും ഒക്കെ കുങ്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം കയറിയാലും എന്റെ ശരീരം കയറിയാലും അവരുടെ ശരീരം കയറിയാലും ഒക്കെ അച്ഛയും വെള്ളമൊന്നും അല്ല ബ്ലഡിന് പറയുന്നത് ചോപ്പ് തന്നെയാണ്. അവർ കഷ്ടപ്പെട്ട് വിയർപ്പ് ഒഴുക്കി ഉണ്ടാക്കിയ അന്നം വെട്ടി ഉരുട്ടി വേണ്ടിയിട്ട് ആ പറയുന്ന ജാതിക്കാർ ആ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന സമുദായക്കാരെ മണ്ണിൽ കളിച്ചും കൈക്കോട്ട് കുത്തിയും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ധാന്യമാണ് നിങ്ങൾ കലത്തിലിട്ട് വേവിച്ച് 3 നേരം വിളിഞ്ഞു വിടുന്നത്. മനസ്സിലായോ? അത് എല്ലിനിടയിൽ കിടന്ന് കുത്തിയിട്ടാണോ ഇന്നത്തെ ആർക്കും അനുഭവിക്കാത്ത മണമൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് നിന്റെ മുക്കിൽ അടിച്ചത്? ഞാനൊരു വീഡിയോ റീസെന്റ് കണ്ടു FB-യിൽ. അത് ഞാൻ എഴുതി പറയുന്നുണ്ട്. നിന്റെ കുട്ടിയെ ബസ്സിൽ കേട്ടാൽ നീ കൈ പോകുമ്പോൾ നിന്റെ കഷ്ടത്തിൽ നിന്ന് ദുർഗനാണ് നിനക്ക് അവരെ ദുർഗനായിട്ട് തോന്നിയത്. അതൊരു സത്യാവസ്ഥ സാധ്യതയുണ്ട്. അത് പോസിബിലിറ്റീസ് ഉണ്ട്. അല്ലാതെ എന്റെ കുഞ്ഞിനെ എടുത്ത് ബസ്സിനകത്ത് വെച്ച് സ്കൂൾ ബസ്സിൽ വളരെ വൃത്തിക്കും എനിക്കുമായിട്ട് സ്കൂളിൽ സേഫായിട്ട് എത്തിക്കുന്ന ആ ഏരിയ മണത്തു ദുർഗന്ധം വരുന്നു എന്ന് പറഞ്ഞാൽ നീ ഏത് ടോയ്ലറ്റിലാണ് വരുന്നത്? നീ ഏത് ടോയ്ലറ്റിലുണ്ടായി? അത് സ്കൂളിന്റെ പേരാണ് ഏറ്റവും അല്ല അത് അത്ഭുതമില്ല. സ്കൂളിന്റെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് ന്യൂസ് കണ്ടവർക്ക് അറിയാം. എന്തിനാണ് നിങ്ങൾ ആ പേരിട്ട് ജാതിയും മതത്തെയും വേർതിരിച്ച് കാണാത്ത ഒരു മാറി പേരിട്ട് ആ സ്കൂളിൽ പേരിട്ടിരിക്കുന്നത്? എന്നിട്ട് അതിനകത്ത് വരുന്ന കുട്ടികളെ ഈ ദുഷിച്ച ഈ ചിന്താഗതിയുള്ള പാരന്റ്സിനെ ഇതുപോലുള്ള ആളുകളെ മക്കളെ ഒക്കെയാണ് പഠിക്കുന്നത്. ആ കുട്ടികൾ ഈ വിഷം കുത്തിവെച്ചുകൊണ്ട് പഠിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും നാടിന്റെ സ്ഥിതി നമുക്ക് കുടിക്കാം. അത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന ഷെഡ്യൂൾ കാസ്റ്റിലും ട്രൈബിലും പെട്ട കുട്ടികൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ കാശ് വേണമല്ലോ. നിങ്ങൾക്ക് എണ്ണം തേക്കാൻ നിങ്ങൾക്ക് കാശ് വേണമല്ലോ. അപ്പൊ നിങ്ങൾ ജാതി മൊത്തം നോക്കുന്നില്ലല്ലോ, സബ് കാസ്റ്റ് നോക്കുന്നില്ലല്ലോ. അത് വാങ്ങി വിഴുങ്ങി അതിന്റെ ഉപഭോക്താവായി അധികം ആക്കിയിട്ടാണ് നിങ്ങൾ എലിനെ കുത്തിയിട്ട് മണത്തിനെ കുറിച്ച് പറയുന്നത്. കഷ്ടം തന്നെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ജാതിക്കാർ മാത്രം പഠിക്കുന്ന നിങ്ങൾ വർത്തിപ്പെട്ടവർ മാത്രം പഠിക്കുന്ന ദുർഗന്ധമില്ലാത്ത സുഗന്ധം മാത്രം വരുന്ന സ്കൂളുകളിൽ നിങ്ങൾ ഇടണം കുട്ടികൾ. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ അതിന് സ്കൂൾ ഉണ്ടാക്കിക്കോ. ആ സ്കൂളിൽ ആ സിസ്റ്റം കൊണ്ടുവരുന്നതാണ്. സോ കോൾഡ് തമ്പ്രാക്കന്മാരെ നിങ്ങളോടാണ്, ആ ലേഡിയെ പോലെയുള്ള തമ്പരാട്ടിമാരെ നിങ്ങളോടാണ്. നിങ്ങൾക്ക് തിന്ന് കെളികളെ കുത്തിയിട്ടാണ് ഈ മണമൊക്കെ കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ദേഹത്തെ തന്നെ നോക്കുക, നിങ്ങളുടെ വായനെ നോക്കുക, നിങ്ങളുടെ നാവിനെ നോക്കുക, നിങ്ങളുടെ മനസ്സിനെ നോക്കുക. എത്ര ദുഷ്ടമാണ്. ചാണകപ്പൊടിയേക്കാൾ സെപ്റ്റി ടാങ്കിനേക്കാൾ മണം അതിനകത്തുണ്ട്. അതാദ്യം ഒന്ന് വെടിപ്പാക്ക്. എന്നിട്ട് മതി കേട്ടോ.